നമ്മൾ പുതിയ ലാപ്ടോപ്പുകൾ കമ്പ്യൂട്ടറൊക്കെ വാങ്ങിച്ചു വെച്ചതിന് ശേഷം അത് വളരെ സ്ലോ ആയിട്ടാണ് ഓടുന്നത്. നമ്മൾ വലിയ റാമും വലിയ പ്രോസസ്സറൊക്കെ ഇട്ടിട്ടും വളരെ സ്ലോ ആയിട്ടാണ് ഓടുന്നത്. എങ്കിൽ അത്തരം കമ്പ്യൂട്ടറുകളെ ഫാസ്റ്റ് ആക്കാനായിട്ടുള്ള 10 ടിപ്പുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടി പരിചയപ്പെടുത്തുന്നത്. അതിനൊന്നാമത്തെ ടിപ്പാണ് എനർജി. അതായത് കമ്പ്യൂട്ടറിന് ആവശ്യമായിട്ടുള്ള പവർ കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പവർ എന്നുള്ള ഓപ്ഷൻ ഫസ്റ്റ് ഓഫ് ഓൾ എനേബിൾ ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ്? അപ്പോൾ നമ്മൾ കൺട്രോൾ പാനലിൽ ചെല്ലുക. നമ്മൾ കൺട്രോൾ പാനലിൽ ചെല്ലുന്നു. അതിനകത്ത് ഹാർഡ്വെയർ ആൻഡ് സൗണ്ട് എന്നുള്ള സംഭവമുണ്ട് അല്ലേ, ഹാർഡ്വെയർ ആൻഡ് സൗണ്ട്. അപ്പോൾ അതിനകത്ത് ഇവിടെ പവർ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പവറിൽ ക്ലിക്ക് ചെയ്യാം. ഇതിപ്പോൾ എല്ലാ കമ്പ്യൂട്ടറുകളും ബാലൻസ്ഡ് മോഡ് അല്ലെങ്കിൽ പവർ സേവ് മോഡിലേക്ക് ആയിരിക്കും കിടക്കുന്നത്. ഇത് മാറ്റി നല്ല പെർഫോമൻസ് കിട്ടത്തക്ക രീതിയിലേക്ക് ഇവനെ അങ്ങ് മാറ്റുക. അതാണ് ആദ്യം ചെയ്യേണ്ട പണി. ഏതൊരു സംഭവം ചെയ്യണമെന്ന് മുമ്പ് ആദ്യം പവർ ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കില്ല. ഹൈ പെർഫോമൻസ് എന്നുള്ള ഓപ്ഷൻസിലേക്ക് സെലക്ട് ചെയ്യാം. കണ്ടില്ലേ? അപ്പോൾ ഇപ്പോൾ ചേഞ്ച് പ്ലാൻ സെറ്റിങ്സ് എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനും സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ക്രിയേറ്റ് ന്യൂ പ്ലാൻ കൊടുക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട്. കണ്ടില്ലേ? പലതരത്തിലുള്ള പ്ലാൻ ഇവിടെ നമുക്ക് ഹൈ പെർഫോമൻസ് ഇട്ടിട്ട് നമുക്ക് ഒരു പ്ലാനിന് പേരിടാം. നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഹൈ പെർഫോമൻസ് എന്ന് ഞാൻ ഇട്ടു. നെക്സ്റ്റ് കൊടുത്തു. എത്ര മിനിറ്റ് കഴിയുമ്പോഴാണ് ഡിസ്പ്ലേ ഓഫ് ചെയ്യേണ്ടത് നമുക്ക് ഇവിടെ വേണമെങ്കിൽ കൊടുക്കാം. അത് എത്ര ഇട്ടാലും കുഴപ്പമില്ല. ക്രിയേറ്റ് കൊടുത്തു. അതുകൊണ്ട് ആ ഹൈ പെർഫോമൻസ് പ്ലാനിൽ കിടന്നുള്ളത്. അപ്പോൾ ഇതൊരിക്കലും മാറത്തില്ല. ഈ ഒരു സിസ്റ്റം നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന് എനർജി കിട്ടും. രണ്ടാമത്തെ കാര്യമാണ് ഇതിനകത്ത് നമ്മൾ ഈ കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അൺനെസസറി ആയിട്ട് കുറേ ഫയലുകൾ ഓപ്പൺ ആകും. അപ്പോൾ ആ ഒരു ഫീച്ചർ എന്ന് പറയുന്ന പേരാണ് അൺവാണ്ടഡ് ഫയലുകൾ ഡിസേബിൾ ചെയ്യാനുള്ള ഫെസിലിറ്റി. അൺവാണ്ടഡ് പ്രോഗ്രാംസുകൾ നമുക്കതെങ്ങനെ മാറ്റാം? അപ്പോൾ അതിന് വേണ്ടി നമ്മളിപ്പോൾ ഈ താഴത്തെ ടാസ്ക് ബാർ കണ്ടില്ലേ, ഇവിടെ ഒന്ന് വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ടാസ്ക് മാനേജർ പറഞ്ഞ് ഇവിടെ കാണാൻ സാധിക്കും. കണ്ടില്ലേ? ഇത് ടാസ്ക് മാനേജർ. അപ്പോൾ ടാസ്ക് മാനേജർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ വരും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എല്ലായിരിക്കും തന്നെ, ഇതുപോലെ ആയിരിക്കും തന്നെ. ഞാനത് കാണിച്ചു തരാം. ഇതുപോലെ ആയിരിക്കും ചിലപ്പോൾ വരുന്നത്. അപ്പോൾ ഇതെങ്ങനെ മറ്റേ രീതിയിലേക്ക് മാറ്റുക എന്നുള്ളതിന് വളരെ സിമ്പിളാണ്. ഇവിടെ താഴത്തെ ഒരു ആരോ ബട്ടൺ ഉണ്ടോ, മോർ ഡീറ്റെയിൽസ്. കാരണം ഈ മോർ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യാം. അതിന് കഴിയുമ്പോൾ ഇവിടെ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം കാണാൻ പറ്റും. ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വലുതാക്കി കഴിയുമ്പോൾ കാണാൻ സാധിക്കും ഏതൊക്കെയാണ് എനേബിൾഡ്. അപ്പോൾ കമ്പ്യൂട്ടർ ഓൺ ആകുമ്പോൾ തന്നെ ഓപ്പണായി വരുന്ന കണ്ടോ, ഇതൊക്കെ എനേബിൾഡാണ്. കണ്ടില്ലേ? ഇത്തരം പ്രോഗ്രാംസുകളൊക്കെ എനേബിൾഡാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും വേണ്ട, എനേബിൾഡ്, പിന്നെ ഇത് എനേബിൾഡാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളതാണോ റിയാലിറ്റി? ചിലപ്പോൾ ഈ സ്കൈപ്പ് അതുപോലുള്ള കണ്ടുമാനം പ്രോഗ്രാംസ് ഇവിടെ കാണും. അപ്പോൾ ഈ കമ്പ്യൂട്ടർ സ്റ്റാർട്ടാകാൻ തന്നെ മണിക്കൂറുകളെടുക്കും. നമ്മളിപ്പോൾ ഇരുന്ന് വിഷമിക്കും ഇത് സ്റ്റാർട്ടാകാനായിട്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ സ്കൈപ്പ് ഇപ്പോൾ ഡിസേബിൾ ചെയ്യും. ചിലപ്പോൾ മിക്കവാറും സ്കൈപ്പുകളൊക്കെ എനേബിൾ ആയിരിക്കും അങ്ങനെയുള്ള പ്രോഗ്രാംസൊക്കെ. അപ്പോൾ നമുക്ക് ഡിസേബിൾ ചെയ്യണമെങ്കിൽ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഡ്രൈവർ സ്റ്റാർട്ടപ്പ്, ഫോർ എക്സാമ്പിൾ ഷോപ്പിഫൈ ഡിസേബിൾഡാണ്, മൈക്രോസോഫ്റ്റ് എഡ്ജ് എനേബിൾഡാണ്. ഇതിൻ്റെ ആവശ്യം നമുക്ക് വേണ്ട. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുത്തി ഓപ്പൺ ചെയ്താൽ മതി. അകത്ത് ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ സെലക്ഷൻ വരും. അണ്ട് താഴത്ത് കണ്ടില്ലേ, ഇവിടെ റൈറ്റ് സൈഡിൽ ഏറ്റവും കോർണറായിട്ട് നമുക്ക് ഡിസേബിൾ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാൻ സാധിക്കുന്നുണ്ട്. കണ്ടോ? ഡിസേബിൾ കൊടുക്കുക. അപ്പോൾ ഡിസേബിൾ ആയി. കണ്ടില്ലേ? അങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്ത പ്രോഗ്രാംസ് എല്ലാം കൊണ്ട് ഡിസേബിൾ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അടുത്ത ഒരു ഫീച്ചറാണ് ഒപ്റ്റിമൈസ് യുവർ ഡ്രൈവ്സ്. എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാം? അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ OPTI ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഒപ്റ്റിമൈസ് ഇവിടെ വന്നു കഴിഞ്ഞു. ഇതുണ്ട് ഒപ്റ്റിമൈസ് ഡ്രൈവ്സ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ടൈപ്പ് ചെയ്യാം. OPTI ഇതുപോലെ സംഭവം വരും. കണ്ടോ? അതുകൊണ്ട് നോക്കിയോ, കണ്ടില്ലേ? അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒരു ഡ്രൈവറാണ്, ഏതൊക്കെ ഡ്രൈവറാണ് ഒപ്റ്റിമൈസ് ചെയ്യുന്നത് അതിലൊക്കെ നമുക്ക് CDE എന്നൊക്കെ പറഞ്ഞ് കുറേ ഡ്രൈവുകൾ കാണും. ആ ഡ്രൈവിൽ ക്ലിക്ക് ചെയ്യുക. ഇതിവിടെ ഒപ്റ്റിമൈസ് എന്ന് മാത്രം ക്ലിക്ക് ചെയ്തേക്കുക. ഒപ്റ്റിമൈസ്. അപ്പോൾ അത് പെർസെൻറ്റേജ് വഴി ഓടി അവിടെ തീരും. കണ്ടില്ലേ? ഒപ്റ്റിമൈസ്. അപ്പോൾ വളരെ ഷാർപ്പായിട്ട് നിങ്ങളുടെ ഡ്രൈവറുകൾ ഒപ്റ്റിമൈസ് ആകും എന്നുള്ളതാണ് ആ ഒരു ഫീച്ചറിൻ്റെ പ്രത്യേകത. ഇനി അടുത്തൊരു സംഭവമാണ് അൺനെസസറി ഫയലുകൾ റിമൂവ് ചെയ്യുക എന്നുള്ളത്. അതിന് നമ്മൾ സാധാരണ കാണുന്ന ഒരു സ്റ്റെപ്പുണ്ട്. അത് കൂടാതെ 2 സ്റ്റെപ്പ് കൂടിയുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ സാധാരണ ഇവിടെ എടുത്തിട്ട് റൺ എടുത്തിട്ട് RUN പെർസെൻറ്റേജ് പെർസെൻറ്റേജ് ആണ് നമ്മളിപ്പോൾ സാധാരണ അടിക്കാറ് അല്ലേ. അത് കൂടാതെ 2 സ്റ്റെപ്പ് കൂടിയുണ്ട്. അതും കൂടി ഞാൻ കാണിച്ചു തരാം. പെർസെൻറ്റേജ് എന്നുള്ളത് കണ്ടോ? ഇതിങ്ങനെ ഒന്ന് ടൈപ്പ് ചെയ്യാം. പെർസെൻറ്റേജ്. അപ്പോൾ നമ്മൾ ഓക്കെ അടിക്കുമ്പോൾ നമുക്ക് കുറേ ഫയൽസുകൾ വരും. മനസ്സിലായി? ചില ആൾക്കാർക്ക് കുറേ വരും. അപ്പോൾ നമ്മളിത് കൺട്രോൾ A എന്ന് പറഞ്ഞ ബട്ടൺ കുത്തുമ്പോൾ എല്ലാം സെലക്ട് ആകും. അതിനുശേഷം ഡിലീറ്റ് ബട്ടൺ കുത്തുക. ട്രൈ അഗെയിൻ. അപ്പോൾ ഏതെങ്കിലും ഫയൽ പോയില്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ, നിങ്ങൾ പിന്നെ അത് ഡിലീറ്റ് ചെയ്യാൻ വിഷമിക്കേണ്ട. അതവിടെ കിടന്നോട്ടെ. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല. 3-4 ഫയൽ അവിടെ അങ്ങനെ കിടന്നോളും. കണ്ടില്ലേ? അതിനുശേഷം അതേ റൺ പ്രോഗ്രാമിൽ തന്നെ വരിക.
നമ്മൾ മുമ്പേ പെർസെൻറ്റേജാണ് അടിച്ചത്. അപ്പോൾ ഇത്തവണ നമ്മളത് മാറ്റിയടിക്കുകയാണ്. ഒള്ളി ടെമ്പെന്ന് മാത്രം അടിക്കുകയാണ്. കണ്ടില്ലേ, ടെമ്പെന്ന് മാത്രം അടിച്ചു, ഓക്കെ കൊടുത്തു. കണ്ടില്ലേ, അതും നമ്മൾ ഡിലീറ്റ് ചെയ്യാം. കണ്ടില്ല, അത് ഡിലീറ്റ് ആയിപ്പോയി. ഇനി അടുത്ത ഒരെണ്ണം കൂടിയുണ്ട്. റൺ എടുത്തിട്ട് പ്രിഫിറ്റ് നോക്കിയാൽ കണ്ടോ, ഇതിനകത്ത് കുറേ ഫയലുകൾ. അപ്പോൾ നമ്മൾ ആ സ്പെല്ലിംഗ് കറക്റ്റായിട്ട് നോക്കണം. PREFETCH. ഓക്കെ, അതാണ് നമ്മൾ ആ കമാൻഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അതും നമ്മൾ ഇതുപോലെ തന്നെ സെലക്ട് ചെയ്യുക, കൺട്രോൾ ആയി കൊടുക്കുക, ഡിലീറ്റ് ചെയ്യുക. കഴിഞ്ഞു, സ്കിപ്പ്. ഒരു ഫയൽ പോയിട്ടില്ല, പോകാൻ വേണ്ടി ശ്രമിക്കേണ്ട, അതിവിടെ കിടന്നോട്ടെ, ശല്യമൊന്നുമില്ല അതുകൊണ്ട്. ഇനി അടുത്ത ഒരു ഓപ്ഷനാണ് ക്ലീനപ്പ് മെമ്മറി. അപ്പോൾ ക്ലീനപ്പ് മെമ്മറി എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നോക്കാം. നമ്മുടെ മൈ കമ്പ്യൂട്ടറിൻ്റെ ഫയലിലേക്ക് വരിക. അപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ട്, നമ്മൾ ഈ കമ്പ്യൂട്ടറിൻ്റെ CD എന്നൊക്കെ പറഞ്ഞ് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ഇതിനകത്ത് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന സംഭവം കാണാൻ സാധിക്കും. റൈറ്റ് ക്ലിക്കിൽ ഈ പ്രോപ്പർട്ടീസ് കുത്തിക്കുന്നതിനകത്ത് ഇങ്ങനെ വരും. അപ്പോൾ ഈ ജനറൽ എന്ന് പറഞ്ഞ ടാബ് ഇവിടെ കാണാൻ സാധിക്കും. കേട്ടോ, ജനറൽ. അപ്പോൾ ഡിസ്ക് ക്ലീനപ്പ്. അപ്പോൾ നമ്മളോർക്കും ഇത് ക്ലീനപ്പ് കൊടുത്ത് നമ്മുടെ പ്രോഗ്രാംസ് മുഴുവൻ അടിച്ചു പോവുമോ? ഇല്ല, ഒൺലി അൺവാണ്ടഡ് ഫയൽസ് മാത്രമേ ഓക്കെ പോവുള്ളൂ. നിങ്ങൾ ഇതിനകത്തൊന്നും ക്ലിക്ക് ചെയ്യേണ്ട, ഇതെല്ലാം അങ്ങനെ തന്നെ കിടന്നോട്ടെ. ഓക്കെ, ഡിലീറ്റ് ഫയൽസ്. അപ്പോൾ ആ അൺവാണ്ടഡ് ഫയൽസുകൾ മാത്രമേ ഇതിനകത്തുനിന്ന് ഡിലീറ്റ് ആവുള്ളൂ. നിങ്ങൾ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുത്ത് വെച്ചാൽ മാത്രം മതി. അതുപോലെ തന്നെ ഡി ഫയലും കണ്ടില്ലേ, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പ്രോപ്പർട്ടീസ് എടുക്കുക. അതുപോലെ തന്നെ ഡിസ്ക് ക്ലീനപ്പ് എന്ന് പറഞ്ഞ് ഇവിടെ കാണാൻ സാധിക്കും. ക്ലീനപ്പിൽ കുത്തുക, കണ്ടില്ലേ, വാവ്. ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഓക്കെ കൊടുത്ത് വെച്ചാൽ മാത്രം മതി. അപ്പോൾ ചില ഫയലുകൾ അവരവിടെ തന്നെ കീപ്പ് ചെയ്യും. അപ്പോൾ അത് നമ്മളത് ഇരുന്നോട്ടെ. ഇനി അടുത്തൊരു ഓപ്ഷനാണ് റെഡ്യൂസ് റൺ ടൈം സർവീസസ്. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ റൺ എന്നുള്ള ഓപ്ഷനിൽ പോവുക. അതിനുശേഷം നമുക്കിപ്പോൾ MS കോൺഫിഗ് അടിക്കുക. MS കോൺഫിഗ് കണ്ടില്ലേ, താഴത്ത് വന്നത് സ്പെല്ലിംഗ് കറക്റ്റായിട്ട് നോക്കിക്കൊള്ളുക. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സർവീസസ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. റൺ ടൈം സർവീസസുകൾ ഒരുപാടുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഇതിവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഹൈഡ് മൈക്രോസോഫ്റ്റ് സർവീസസ്. അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ അതിനകത്ത് കാര്യം. അപ്പോൾ അത് ചെയ്യാൻ നേരത്ത് നമുക്ക് കുറച്ചുകൂടി സ്പീഡ് കിട്ടുന്നതായിരിക്കും. ഇനി അടുത്തൊരു വലിയ ഘടകമാണ് ഗ്രാഫിക്സ്. നമ്മുടെ ഈ കമ്പ്യൂട്ടറൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കണ്ടുമാനം ഗ്രാഫിക്സ് ഫയലുകൾ ഇങ്ങനെ റണ്ണാവും. അപ്പോൾ ഇതൊന്നും നമുക്ക് ആവശ്യമില്ലാത്തതായിരിക്കും, പല ഗ്രാഫിക്സ് ഫയലുകളും. അപ്പോൾ നമുക്ക് അതൊക്കെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും? അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ഗ്രാഫിക്സ് ഫയലുകളൊക്കെ എങ്ങനെ ഓഫ് ചെയ്യാം? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ അഡ്വാൻസ്ഡ് സിസ്റ്റം സെറ്റിങ്സ് എന്ന് പറഞ്ഞ് ഇവിടെ കാണാം. ADVANCD അഡ്വാൻസ്ഡ് സിസ്റ്റം സെറ്റിംഗ്. ഇങ്ങനെ തന്നെ ടൈപ്പ് ചെയ്താൽ മതി. ഒന്നുകൂടെ ടൈപ്പ് ചെയ്യാം, ADV അഡ്വാൻസ്ഡ് സിസ്റ്റം സെറ്റിങ്സ്. ഇതിൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. കണ്ടില്ലേ, ഇവിടെ നമുക്ക് എഴുതിയിട്ടുണ്ട് വിഷ്വൽ എഫക്ട്സ്, പ്രോസസ്സർ, മെമ്മറി യൂസേജ് ആൻഡ് വിഷ്വൽ മെമ്മറി. അപ്പോൾ ഇതിൻ്റെ സെറ്റിങ്സിൽ പോവുക. അപ്പോൾ ഇത് നോക്കിയോളം ഈ അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞ ടാബിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യാം, സെറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏറ്റവും സാധാരണ ഗതിയിൽ കിടക്കുന്നത് ഇങ്ങനെയായിരിക്കും. ലേറ്റസ്റ്റ് വിൻഡോസ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ അഡ്ജസ്റ്റ് ഫോർ ബെസ്റ്റ് പെർഫോമൻസ് എന്നുള്ളതിലേക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഡിസേബിൾ ആകും. ഇനി ഏതെങ്കിലും നമുക്ക് എനേബിൾ ചെയ്യണം. ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മൗസിൻ്റെ മാത്രമൊക്കെ എനേബിൾ ചെയ്താൽ മതിയാവും. ബാക്കിയുള്ളതൊന്നും അത്ര അത്യാവശ്യമല്ല. പിന്നെ നമ്മൾ ഗെയിം കളിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇത് എനേബിൾ ചെയ്തിടണമായിരിക്കും എല്ലാം നല്ലത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മൗസ് പോയിൻ്റർ മാത്രം എനേബിൾ ചെയ്തിട്ടാലും മതി. അപ്പോൾ ഷോ മൗസ് പോയിൻ്റർ, അപ്ലൈ ആൻഡ് ഓക്കെ. അപ്പോൾ അൺനെസസറി ഗ്രാഫിക്സുകളെല്ലാം പൊയ്ക്കോളും. ഓക്കെ കൊടുത്തേക്കുക. ഈ ഒരു സിസ്റ്റം ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പ്രോസസ്സറിൻ്റെ സ്പീഡ്, പ്രോസസ്സറിൻ്റെ ലോഡ് ഒരുപാട് വ്യത്യാസം ഉണ്ടാകുന്നതാണ് ഈ ഒരു സിസ്റ്റം ചെയ്യുമ്പോൾ ഉള്ള പ്രത്യേകത. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു, ബൈ.